ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇത് കുറേ നാൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവാണ് ഒരു 1 മന്ത് വെക്കേഷന്. അത് പ്രീ പ്ലാൻഡ് വെക്കേഷൻ ഒന്നുമല്ല, ഒരു എമർജൻസി വെക്കേഷനായിട്ട് പോകുന്നതാണ്, മെഡിക്കൽ എമർജൻസി ആയിട്ട്. കുറച്ച് നാളായിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് വിചാരിച്ചു നാട്ടിൽ പോയി കാര്യങ്ങളൊക്കെ കുറച്ച് പോയി ഒന്ന് ഉഷാറായിട്ട് തിരിച്ചു വരാമെന്ന്. അപ്പോൾ ഇതൊരു പ്ലാൻഡ് വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണത് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ ബോർഡിംഗ് അല്ല, ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബോർഡിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ടൊറൻഡോ ടു ഡൽഹി ടു കൊച്ചിയാണ്. വാറണ്ടി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് ഫ്ലൈറ്റ് കിട്ടാനൊക്കെ കുറച്ച് ഡിലേ ആയിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു 1 വീക്കൊക്കെ മുന്നേ എത്തേണ്ടതായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് നമ്മുടെ ഒരു നാട്ടിലേക്ക് പോണതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ കൂടുതലും നാട്ടിൽ ചെന്നിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ടാവും. പക്ഷെ ഇത് എന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. കാരണം ഞാൻ ചിലപ്പോൾ തിരിച്ചിവിടെ വന്നിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം ഞാൻ കാനഡയിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു അടിപൊളി വീഡിയോ ആയിരുന്നു. അടിപൊളി വീഡിയോ മീൻസ് എല്ലാ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫോൺ പോയി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വീഡിയോ ഫുള്ള് മിസ്സായി. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഈ വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കും. ഇതിപ്പോൾ ഞാനൊരു കോർണറിൽ വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഫുൾ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും ഇത് എത്ര പേര് കാണുന്ന അറിയില്ലെങ്കിലും ഇത് എനിക്ക് തന്നെ ഒരു മെമ്മറി പോലെ എന്നും അവിടെ കിടന്നോളൂല്ലോ യൂട്യൂബിലിട്ടാ. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ മാക്സിമം എടുക്കാൻ നോക്കാം. അനൗൺസ്മെന്റ്, വേറെ ഏതോ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെന്റ്. ഓക്കെ, അപ്പം നമ്മുടെ ഇടക്കിടക്ക് അനൗൺസ്മെന്റ് വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തൊക്കെയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എന്താണ് എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ എക്സൈറ്റഡ് ആണ്. പക്ഷെ നാട്ടിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അനീതിയുടെ കല്യാണത്തിന് പോലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വർക്ക് പെർമിറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ കാരണം. ഫൈനലി ഇത് ഇന്ന് പോവുകയാണ്. അപ്പൊ എന്താ, അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആണ്. പിന്നെ ഇവിടെ ഇപ്പൊ സ്നോ ഒക്കെ മാറി, ഇന്ന് ചെറിയ മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും ബാക്കി ഞാൻ വീട്ടിൽ നിന്ന് വന്ന വഴിക്ക് എന്നെ സജിന് സ്മൃതിയോടാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ബിറ്റ് ഞാനിപ്പോ ആഡ് ചെയ്യാം. അപ്പൊ ഫ്രണ്ടിൽ അവർ രണ്ടുപേരുണ്ട്, ഞാൻ കാണിച്ചു തരാം. സ്മൃതി, ഹായ്. സജിൻ ഷാ ഉമ്മർ. സജിൻ ഭയങ്കര ടഫായിട്ട് വണ്ടി ഓടിക്കാണ്, മൈൻഡ് ചെയ്യില്ല. അത്രയൊക്കെ ഉള്ളൂ. ബൈ ഗൈസ്. പോയി വന്നിട്ട് കാണാൻ വിഷ്ണു. അങ്ങനെ അവരോട് തൽക്കാലം ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ നേരെ എയർപോർട്ടിനുള്ളിലേക്ക് പോവാണ്. പിന്നെ ഞാൻ നേരെ അവിടെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ അവിടെ വന്നിരിക്കുമായിരുന്നു ആ സെയിം സ്പോട്ടിൽ. അത് കഴിഞ്ഞ് ബാക്കി ഫ്ലൈറ്റ് കയറിയിട്ട് ഞാൻ കുറച്ച് ഇവിടുത്തെ ഡ്യൂട്ടി പേടി പോയതും അതുപോലെ ഇപ്പോൾ കഴിക്കാനായിട്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഒരു വെള്ളവും മേടിച്ചിട്ടുണ്ട്. കാരണം കുറച്ച് സമയം എടുക്കുമായിരിക്കും. എനിക്കപ്പോൾ കുറച്ച് വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കണം, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം. എത്രത്തോളം അതൊക്കെ വർക്കൗട്ട് ആക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. ഇപ്പം ഞാനിവിടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ മലയാളീസും അതുപോലെ നമ്മുടെ ഇന്ത്യൻസൊക്കെ ഉണ്ട്. എന്തായാലും നല്ല എക്സൈറ്റഡ് ആണ്. നമുക്ക് ബാക്കിയെല്ലാം നാട്ടിൽ പോയിട്ട് വഴിയെ കാണിക്കാം. അത് നമ്മൾ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇതായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി അത്യാവശ്യം ഒരു 17 മണിക്കൂറുണ്ട് ഡൽഹിയിലേക്ക്. അപ്പോൾ ആദ്യം അവർ കുറച്ച് സ്നാക്സ് തന്നിട്ടുണ്ടായി. ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് ഞാൻ ഇടാം. വാട്ട് ഐ എയ്റ്റിന് ഇൻ മൈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഇതുപോലെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നാലും ഇതൊക്കെയായിരുന്നു എനിക്ക് ഏകദേശം കിട്ടിയ കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ സീറ്റ് വന്നിട്ട് ഭയങ്കര മോശമായിരുന്നു. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡൽഹി എത്തിപ്പിക്കുന്ന നമ്മുടെ കൊച്ചിയിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ് പോയിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ 2ാമത്തെ ഒരു ഓളയായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.